ഹേയ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എന്റെ വീട്ടിലാണ്. ഗുഡ് മോർണിംഗ്. ഈ തല കണ്ടാ മനസ്സിലാവണില്ലേ? ഇന്ന് സമയം 8:30 ആയിട്ടുള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ. നമ്മൾ നേരം വൈകിട്ടാണല്ലോ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ നേരം വൈകിട്ട് എനിക്കത് വേറെ കാര്യം. അപ്പോ നമുക്കിന്ന് എന്റെ വീട്ടിലെ ഒരു ദിവസം നോക്കാം. ഓക്കെ ഗായ്സ്, ഹായ് പറയൂ. വില്ലേജ് ഒരമ്മ തൻ രൂപത്തിനാണ് കാണുന്നത്. ഹായ്, ദിസ് ഈസ് മൈ വില്ലേജ്. ഹായ്, ദിസ് ഈസ് മൈ വില്ലേജിലെ കിടാവ്. അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ജൂജിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് കുളിക്കാൻ പോവാണ്. കുളത്തിലേക്ക്, അതായത് ഇവിടെ വലിയൊരു കുളമുണ്ട്. അത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ അവിടെ ഇന്ന് കുളിക്കാൻ പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയണത് കുളിക്കാൻ പോവുക എന്ന് പറയുന്നതാണ്. അതായത് കുളത്തിൽ പോയി കുറെ നേരം ഞങ്ങൾ കിടക്കും. എന്നിട്ട് വരുമ്പോ അമ്മേരെ വക നല്ലത് റേക്കും. അമ്മ ഇപ്പൊ തന്നെ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പഴം പുഴുങ്ങിയത്, അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ട. അമ്മ എപ്പോ ഞങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പഴം പുഴുങ്ങിയത് വെക്കും ഗൈസ്. കാരണം ഞങ്ങള് മൊത്തം പഴം പുഴുങ്ങിയതാണ്. അതെ, പുഴുങ്ങിയ മുട്ട ഒക്കെ പുഴുങ്ങിയത് വെക്കും അമ്മ. ഞങ്ങൾ പേയ്മെന്റിലാണ്. പൂരി ബ്രേക്ക്ഫാസ്റ്റ്, പൂരി. ഞങ്ങളുടെ പൂരി ലവ് പൂരി. ഞങ്ങളുടെ ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി. യെസ്, അത് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചുതരാം. യമ്മി. അതെ, വെരി ടേസ്റ്റി, വെരി ടേസ്റ്റി. അടിപൊളി ആയിട്ട് ചേട്ടൻ, എന്റെ ചേട്ടൻ ഒരു കുക്കാണ്. നല്ലപോലെ കുക്കല്ല, ഷെഫാണ്. നല്ലപോലെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. സോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് കഴിച്ചു. അപ്പൊ ഇന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തീറ്റ, ഉറക്കം, സർക്കിട്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട്. അപ്പൊ വെക്കേഷൻ ഞാൻ വളരെയധികം റിലാക്സ് ആവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്റെ മെന്റൽ പ്രഷറൊക്കെ കുറയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറയുന്നു ഞാൻ വിചാരിക്കുന്നു. ഹേ ഗായ്സ്, യെസ്, ഓക്കെ, ദിസ് ഈസ് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം മൈ വില്ലേജ് ഫോർ കുളി. അപ്പോൾ നമ്മൾ കുളത്തിൽ കുളിക്കാൻ പോവാണ് ഗൈസ്. സംഭവം ഇത്തിരി വെയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു വന്നപ്പോൾ സമയത്തിന് നേരം വൈകി. സോ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം, നീരാടിയിട്ട് വരാം. ഓക്കെ, ഇനി കുളത്തിൽ കാണാം. നടന്നോ. ഈ 2 ചികിടുകളെയും കൊണ്ടാണ് ഞാൻ കുളത്തിൽ കുളിക്കാൻ പോകുന്നത് ഗൈസ്. പക്ഷെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വലിയ കുളമാണ്, കണ്ടില്ലേ? ആ കാണുന്നതാണ് കുളം. സോ സൂക്ഷിക്കണം. ഈ കുളം എന്ന് പറയുന്നത് ഞങ്ങളുടെ വെങ്കിടങ്ങ് വല്യമ്പലത്തിലാണ്. അയ്യോ, അവിടെ ആൾക്കാരുണ്ടല്ലോ. യെസ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കുളം. ഇയാളൊരു മലക്ക് പോയ ആള് ഇറങ്ങാണ്ടോ ഡയലോഗ് അടിക്കാണ്ട്. ഞാനങ്ങനെ കുളിക്കാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കുളി തന്നെയാണ്. അതും ജൂജി ഇറങ്ങ. അവിടെ വരെ ഇറങ്ങിയാ മതി, അവിടെ വരെ മതി, കൂടുതലൊന്നും വേണ്ട. Whispering
ചാമടയൊക്കെ കുടിച്ചിട്ടാണോ പോയി പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു ജൂജി കുളത്തിലെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് അടിപൊളി. ഗൈസ്, അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവനെ കണ്ടത്. ഇതാ നമ്മുടെ ഉപ്പിലിട്ട ലോബിക്ക. നമുക്ക് ഇവനെ എടുത്ത് തിന്നാം. It's tasty. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world, broken but strong. ഹേ ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു കാന്താര 2 പാർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ജൂജി കാണിച്ചതാ, നോക്കൂ ഗൈസ്. ദൈവമേ, ഇനി ഇവിടെ വല്ല ഗുളികനൊക്കെ വന്നിരിക്കണോ? ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരു 4 മണി ആവാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുറ്റത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അമ്പലത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഫുഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർ രണ്ടാളുടെ പരിപാടികൾ കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇറങ്ങി ഞാനിങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ സമാധാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, വേറെ ആരെങ്കിലും ഇതുപോലെ സ്ട്രെസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ഭയങ്കര വിഷമിച്ചിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. സ്വന്തമായിട്ടൊന്നെങ്കിൽ വീട്ടിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ, വീട്ടിലിരിക്കാൻ ആളാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവുക. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോവുക. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക, നമ്മുടെ അമ്മോട് ഷെയർ ചെയ്യുക, അച്ഛനുണ്ടെങ്കിൽ അച്ഛനോട് ഷെയർ ചെയ്യുക. അപ്പോൾ കുറച്ചൊന്ന് ശാന്തമായിട്ട് കിട്ടും. ചിലപ്പോൾ അവർക്ക് വലിയ സൊല്യൂഷനൊന്നും തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എൻ്റെ കാര്യത്തിലേക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സൊല്യൂഷനൊന്നും അവർക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ കേട്ടിരിക്കാൻ അവരുണ്ടല്ലോ, അതാണല്ലോ ഇപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന്, ഭയങ്കര ഡിമാൻഡുള്ളൊരു പരിപാടിയാണല്ലോ കേട്ടിരിക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയണത്. സോ നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ കാര്യങ്ങൾ സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും ഷെയർ ചെയ്ത് പോയി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അത് ചെറിയൊരു വ്ളോഗാണ്. അതായത് നമ്മുടെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ആലോചിക്കുകയാണ് ഞാൻ. ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യും, ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാവും വൈൻഡപ്പ് ചെയ്യാം. നോക്കാം. എൻ്റെ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ നടക്കുന്നതിൻ്റെ, പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ വീടും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെല്ലണതും ഒരേപോലെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടും എനിക്ക് സമാധാനമാണ്. കാരണം എറണാകുളത്ത് ആ വർക്ക് ലൈഫും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഏറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമഡിയാണ്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കോമഡി കേൾക്കാനുണ്ടാവും. പിന്നെ ഉണ്ണിയുണ്ട്, അതുകൊണ്ട് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിബ്ലിങ്സിന് എല്ലാവർക്കും കൂടാൻ പറ്റിയ ദിവസമാണ്. ചേട്ടനും ചേച്ചിയും, അതിൽ കുഞ്ഞേച്ചീനെ മാത്രം ഞങ്ങൾക്ക് മിസ് ചെയ്യും. കാരണം കുഞ്ഞേച്ചി ഏറ്റവും കൂടുതൽ ചിരിക്കുക കുഞ്ഞേച്ചിയാണ് ഞങ്ങളുടെ ഇതിൽ. എന്ത് കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ആൾ ഞങ്ങൾക്ക് ചെറിയ കാര്യം കിട്ടിയാൽ മതി, അതെന്നെ കുറേ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുന്ന ആൾക്കാരാണ്. സോ കുഞ്ഞേച്ചി ദുബായിലായതുകൊണ്ട് തന്നെ ചേച്ചീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ വലിയേച്ചി ഞാനും ചേട്ടനുമാണ് കൂടാറ്. ഇനിയിപ്പോൾ ചേട്ടൻ്റെ വെഡിങ് വരികയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെയാണ് മെയിനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ വെഡിങ് പർച്ചേസിന് പോവാണ്, നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് എത്ര അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കാമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന റിലാക്സേഷൻ, ജോലിയിൽ നിന്നൊക്കെ മാറി എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. വർക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഫ്യൂച്ചർ എന്താവുക, ഫ്യൂച്ചറിലേക്ക് എന്താണ് ഉണ്ടാവാൻ പോണത്, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു കാര്യമായിരുന്നു. സോ ഇപ്പോൾ ഞാനത് ഏകദേശം സോർട്ട് ഔട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ വന്ന് ചേച്ചിമാരോടും ചേട്ടനോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവരേകദേശം കുറച്ചും കൂടി ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളും നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് ലേൺ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ എനിക്കിപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട് ഫ്യൂച്ചറിൽ എന്താ വേണ്ടത് എന്നുള്ളത്. ഒരു ടെൻഷൻ വരുമല്ലോ നമുക്ക്, നമ്മളൊന്നും ചെയ്യണില്ല, എന്താവും ഫ്യൂച്ചർ, ആ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇടയ്ക്ക് എന്നെ അത് ജസ്റ്റ് അലട്ടാറുണ്ട്. അപ്പം ഇപ്പം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഗുലാബ് ജാമുൻ ഐസ്ക്രീം നല്ല കോമ്പിനേഷനാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ല് ചെയ്യാണ്. സോ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.